ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പറയുമ്പോൾ ഇങ്ങനൊരു സംഭവം പറയണമെന്ന് വിചാരിച്ചതല്ല. കാരണം ഞങ്ങളുടെ ജോലി ഈ സിനിമയായിട്ടുള്ള സംഭവമാണ്. മിക്ക സിനിമകളും കാണുന്ന ആളാണ് ഞാൻ. സിനിമ കണ്ടിട്ട് സത്യത്തിൽ സിനിമ കണ്ട് ഞാൻ റിവ്യൂ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. കാരണം റിവ്യൂ ചെയ്താൽ അത് സത്യസന്ധമായിട്ട് പറഞ്ഞിരിക്കണം. നമ്മൾ സുഖിപ്പിക്കാൻ വേണ്ടി റിവ്യൂ ചെയ്യാൻ പാടില്ല, മറ്റേ തകർക്കാൻ വേണ്ടി റിവ്യൂ ചെയ്യാൻ പാടില്ല എന്നാലോചിക്കണം. നമ്മളൊരു സിനിമ കണ്ടിട്ട് ആ സിനിമ നമ്മളെ എങ്ങനെ സ്വാധീനിച്ചു, ആ സിനിമ ഒരു കൂട്ടായ്മയുടെ സിനിമയാണോ, അതിന് പ്രൊഡ്യൂസറുണ്ട്, പണം മുടക്കാൻ പ്രൊഡ്യൂസർ ഉണ്ടായിരിക്കണം. പണം മുടക്കാൻ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിലുള്ള പ്രൊഡ്യൂസർമാരെക്കാളെല്ലാം നല്ല മിടുമിടുക്കന്മാരായ നിർമ്മാതാക്കളാണ്. അവർ കഥയുടെ കാശ് ചിലവാക്കാൻ മാത്രമല്ല, കഥയുടെ കാര്യം ചെയ്യും, ഓരോ സംഭവം ചെയ്യും. ഇത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സിനിമയാണ്. കുടുംബബന്ധങ്ങൾ തകർക്കാനുള്ളതല്ല, വൃത്തികെട്ട സിനിമകളല്ല, നല്ല രീതിയിൽ ചെയ്യാനുള്ള. അങ്ങനെയാണ് പഴയ കാലത്ത് പല ബാനറുകളും ചെയ്തിട്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ ഈ ബാഡ് ബോയ്സ് എന്നുള്ള സിനിമ റഹ്മാൻ്റെ സിനിമ, കാരണം റഹ്മാൻ്റെ പഴയ സുഹൃത്താണ്. റഹ്മാൻ തരക്കേടില്ല, എനിക്ക് അയാളുടെ സിനിമകൾ ഇഷ്ടമാണത്. അപ്പോൾ അയാൾ മാറിയ സാഹചര്യം ഇപ്പോൾ കുറേ പക്വത വന്നിട്ടുണ്ട്, കുറേ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാലത്തിന് ശേഷം മലയാള സിനിമയിലേക്ക് റഹ്മാൻ തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോൾ അത് ബാഡ് ബോയ്സ് എന്നൊരു സിനിമയാണെന്ന് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് നിശ്ചയം റിലീസ് ചെയ്ത ദിവസം എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ മറ്റു പല കാര്യങ്ങളിലേക്കും പോകേണ്ടി വന്നതാണത്. അപ്പോൾ ആ സിനിമ കണ്ടിറങ്ങി എൻ്റെ അടുത്ത ചില സുഹൃത്തുക്കളോട് ചോദിച്ചു, എങ്ങനെയുണ്ട് സിനിമ, എങ്ങനെയുണ്ട് റഹ്മാൻ, എങ്ങനെയുണ്ട് മറ്റോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് റഹ്മാൻ ഇതിൽ അഭിനയിച്ചു എന്ന് പറയാം, പക്ഷേ ഇതിൻ്റെ നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ പഴയ ഷീലു എബ്രഹാം എന്ന നടിയുണ്ട്. അവർ കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അവരെ ഹസ്ബൻഡാണ് പടം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ഈ നിങ്ങളെ മുഖസ്തുതിക്ക് വേണ്ടി ഈ സിനിമ അപാരമാണ്, ഗംഭീരമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണ് ആ സുഹൃത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ റഹ്മാനുള്ള ദേഷ്യം കൊണ്ടാണോ? വേറെയും ചില ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരും അല്ല, ഈ സിനിമ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ പ്ലീസ് കാണരുത് എന്നേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് വേറെ ഒന്നുമല്ല, നമുക്കത് ആരും അറിയില്ല. കാരണം ജനങ്ങൾ വെറുതെ കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് ഈ മോശം സാധനങ്ങൾ കാണരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി എന്നാലും സിനിമ കാണാം എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഉണ്ണി എന്നുള്ള ബ്ലോഗർ, അയാൾ സാധാരണ സിനിമയെക്കുറിച്ച് നിരൂപണം ചെയ്യുന്ന ആളാണ്. മോശം സിനിമകളെക്കുറിച്ച് മോശമായിട്ട് പറയും, നല്ല സിനിമകളെക്കുറിച്ച് നല്ലതും പറയുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ നല്ലത് പറയുമ്പോൾ അത് മറ്റു നിർമ്മാതാക്കളോ സിനിമയുടെ ആൾക്കാരോ അത് പ്രൊമോഷൻ്റെ ഭാഗമാക്കി ചെയ്യാറുണ്ട്. അവർ പണം വാങ്ങുന്നുണ്ടോ അതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ ഉണ്ണി ഈ സിനിമയെക്കുറിച്ച്, അതായത് ബാഡ് ബോയ്സിനെ കുറിച്ച് അത്രയും നല്ല അഭിപ്രായമല്ല എഴുതിയത്. അത് അയാളുടെ അഭിപ്രായം. പക്ഷെ ഞാനും കേട്ടിങ്ങനെയാണല്ലോ. പക്ഷെ സംഭവിച്ചത് എന്താ? ഈ സിനിമയുടെ നിർമ്മാതാവ് എന്ന് പറഞ്ഞ എബ്രഹാം മാത്യു ഈ ഉണ്ണിയെ വിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, കുടുംബത്തിൽ കയറി ഇത് ചെയ്യുന്നു. ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ സംസാരിക്കുകയും ചെയ്തിരിക്കുന്നതായിരിക്കണം. അത് കഴിഞ്ഞ് ഉണ്ണി ഈ എഴുതിയ സാധനം, ഈ വീഡിയോ കളയുന്നു. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ച്, എന്ത് സംഭവം അത്? നമുക്ക് ഒരു സിനിമ കണ്ടാൽ അത് മോശമാണെങ്കിൽ മോശമാണെന്ന്, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാൻ അവകാശമില്ലേ? അപ്പോൾ അത് പറഞ്ഞെന്താ, അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു അത്രേ, ഞങ്ങൾ കോടികൾ ചെലവഴിച്ചിട്ടാണ് ഈ സിനിമ എടുക്കുന്നത്. ഈ കോടികൾ ചെലവഴിച്ചുള്ള സിനിമ എടുക്കുന്നത് നിന്നെപ്പോലുള്ളവർക്കൊരു വിമർശിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ഈ സിനിമ എല്ലാവരും, എല്ലാ നിർമ്മാതാക്കളും, എല്ലാ സംവിധായകരും എല്ലാവരും സിനിമ റിലീസ് ചെയ്യുമ്പോൾ അവർ സിനിമ 100 ദിവസം മിനിമം ഓടണം, പണം കിട്ടണം എന്നുള്ള ആഗ്രഹിച്ചിരിക്കും. ഈ പണം ഓടുന്നത്, ഇവർ കോടികൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളാണെന്ന് ആലോചിക്കണം. ജനങ്ങൾ തനിച്ചോ കൂട്ടമായിട്ടോ വീട്ടുകാരുമായിട്ടോ ഇങ്ങനെ വന്നിട്ടാണ് ഈ സിനിമ ഹിറ്റാക്കുന്നത്. അങ്ങനെ നല്ല സിനിമ പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഒരു മോശം സിനിമ കാണാൻ നമ്മൾ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ക്രിമിനൽ കുറ്റമല്ലേ? അപ്പോൾ നിർമ്മാതാവിൻ്റെ പണത്തിന് മാത്രമേ വിലയുള്ളൂ, മറ്റുള്ളവർ ഈ സിനിമ കാണാൻ വരുന്നവരുടെ കാശൊന്നും വിലയില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അതൊരു ഭീഷണി, ഇങ്ങനൊരു ഭീഷണി പാടുണ്ടോ എന്നാലോചിക്കണം. അതൊരു നല്ല രീതിയല്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാൻ പറ്റും, ഇങ്ങനെ ഭീഷണിപ്പെടുത്തുവനെ അതേ രീതിയിൽ തന്നെ കൊടുക്കണം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു. ഞാൻ കുറേ വർഷമായി ഈ കൃഷി തുടങ്ങിയിട്ട്. ഈ കൃഷിയോട് ഒരുത്തരും ഞാനിതുവരെ പേടിച്ചിട്ടൊന്നുമില്ല. ഇങ്ങോട്ട് തട്ടുമെന്ന് പറഞ്ഞാൽ നീ എന്നെ തട്ടിയാലും നിന്നെ തട്ടാൻ പുറകിൽ വേറെ ആളുണ്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ ഇത്രയും വർഷം ഈ ജോലി കൊണ്ടുനടന്നിട്ടുള്ളത്. ഈ പറഞ്ഞു വരുന്നത് വർഷങ്ങൾക്ക് മുൻപുള്ളൊരു സംഭവമാണെന്ന് ആലോചിക്കണം. അത് എൻ്റെ സുഹൃത്തു കൂടിയായ ഒരു തിരുവനന്തപുരത്തെ, അവനെ ഗുണ്ടാ സെറ്റപ്പ്, ഏത് സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനൊരു തവണ എൻ്റെ ഈ പങ്ക്തിയിൽ എഴുതിയ കൂട്ടത്തിൽ പേര് പറയാതൊരു കാര്യം എഴുതി.
അതായത് മുമ്പ് സത്യം മാഷ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സ്ത്രീകളെ ആവശ്യമുണ്ടെങ്കിൽ അതിന് ചില പിമ്പുകളൊക്കെ ഉണ്ട്. ആ പിമ്പിനോട് പറഞ്ഞാൽ അവർ ആളെ കൊണ്ടുവരും, നമ്മൾ കാശ് കൊടുത്ത് ഒഴിവാക്കി പറഞ്ഞയക്കും. എന്നാൽ ഇപ്പോഴത്തെ ചില സിനിമാക്കാർ ചെയ്യുന്നത് പിമ്പുകളെ അടക്കം ബെഡ്റൂമിലേക്ക് പ്രവേശിപ്പിക്കുന്നു എന്നാണ് അത്രേ എഴുതിയിട്ടുള്ളൂ. അതിന് ഈ ആൾ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫറോട് പറഞ്ഞയച്ചു, പല്ലിശ്ശേരി തിരുവനന്തപുരത്ത് കാല് കുത്തിയാൽ കാല് രണ്ടും വെട്ടിക്കളയുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ശരി എന്നൊരു കാര്യം ചെയ്യാം, അവനെ വിളിച്ച് പറഞ്ഞേക്ക് ഞാൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുന്നു, ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് ചെല്ലുന്നു. അപ്പോൾ ഇവൻ അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നു. സാധാരണ ഇവരുടെ ടീം എന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് ബ്ലാക്കിലെടുത്ത് കൊണ്ട് വിറ്റ് കാശാക്കി അങ്ങനെ ഗുണ്ടായിസം കാണിക്കുന്നൊരു ടീം, അങ്ങനെ ഒരു ജോലി കൂടി ഇയാൾക്കുണ്ട്. ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ ഇയാൾ ഒന്ന് പേടിച്ചു. സത്യമാണ്, പേടിച്ചത് മാത്രമല്ല, ഞാൻ വേറെ ആൾ പറഞ്ഞു, നീ എവിടെയുണ്ടെങ്കിലും ഞാൻ ആ ലൊക്കേഷനിൽ നാളെ എത്തും. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത എനിക്ക് അത്യാവശ്യം സ്വാധീനമുള്ള സുഹൃത്തിനെ വിളിച്ചു. ഞാൻ കാര്യം പറയുന്നു, എനിക്ക് ഒരാളെ വേണം. ഇന്ന സംഭവം എന്ന് പറഞ്ഞപ്പോൾ അയാൾ അന്ന് സത്യത്തിൽ പൂജപ്പുര ജയിലിൽ നിന്ന് ഒരാളെ ഇറക്കി, സുമുഖനായ ഒരാളെ ഇറക്കി. പിന്നെ വേറൊരു സുഹൃത്തും കൂടി, ഞങ്ങൾ 4 പേരും കൂടി ഒരു കാറിൽ പോവാണ്. എവിടേക്ക്? അന്ന് ഹിസൈൻ അസദുള്ള ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് പത്മനാഭപുരം കൊട്ടാരത്തിൽ. അവിടെ ഈ കക്ഷിയുണ്ട്, അതായത് എൻ്റെ കാലുകൾ വെട്ടി മുറിക്കുമെന്ന് പറഞ്ഞാൽ സെമി ഗുണ്ടയായ ഇയാളോട് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെല്ലുകയാണത്. അപ്പോൾ ഈ എൻ്റെ കൂടെ വന്ന ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ അവരെക്കുറിച്ച് എനിക്ക് അത്ര അതൊന്നും അറിയില്ല. അവരെ കണ്ട യോഗ്യന്മാരാണ് കേട്ടോ, മിടുക്കന്മാർ യോഗ്യന്മാരാണ്. ഇങ്ങനൊരു പശ്ചാത്തലം അവർക്കുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇവരെ പലർക്കും അറിയാം. ഇവർ മറ്റുള്ളൊരു ഭയഭക്തിയോടെ വന്നിട്ട്, അല്ല സാർ ഇന്ന് എവിടെയാണ് സാർ ആക്ഷൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് കാര്യമായി ഇവർ ഇത്രയും ഭയങ്കരന്മാരാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുന്നു. തമാശകൾ പറഞ്ഞു, നല്ല ഫ്രണ്ട്ലി, ഞങ്ങൾ സുഹൃത്തുക്കളായി ചെന്നു പറഞ്ഞാൽ അപ്പോഴാണ് അയാൾ പറഞ്ഞത്, ഞങ്ങൾ ഇത് മാത്രമല്ല പല രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയും ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നും അപ്പോഴാണ് മനസ്സിലാവുന്നത്. അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഫസ്റ്റ് ജഗദീഷ്, അപ്പോൾ ജഗദീഷ് ആ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. ജഗദീഷ് എന്നെ കാണുന്നു. പെട്ടെന്ന് ജഗദീഷ് ഓടുക. എന്താണ് ജഗദീഷ് ഓടുന്നത് എനിക്ക് മനസ്സിലായി, കാരണം ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ വന്നിറങ്ങുമ്പോൾ ജഗദീഷ് സത്യത്തിൽ ഇപ്പോഴെത്തിയുള്ളൂ എന്ന് പറഞ്ഞാൽ ജഗദീഷ് ഓടിപ്പോകുന്നു. ജഗദീഷ് ഓടിപ്പോയപ്പോൾ അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് ചെല്ലുന്നു. ജഗദീഷ് ചിരിച്ചുകൊണ്ട് വന്നിട്ട് അപ്പോൾ ജഗദീഷ് എൻ്റെ കൂടെ വന്ന ആളെ കൈ വിഷ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ആ സുഹൃത്തിനെ നോക്കി ജഗദീഷ് കൈ വിഷ് ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നു. അപ്പോൾ അവർ നിന്നു. അത് കഴിഞ്ഞ് ജഗദീഷ് എന്നെ മാറ്റിയിരുത്തി, നിങ്ങൾ വന്നത് സിനിമ കവർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല അല്ലേ? എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അല്ല, ഇവിടെ നിങ്ങൾ അന്വേഷിച്ച് വന്ന ആൾ, നിങ്ങൾ തട്ടാൻ വന്ന ആൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ കാര്യം പറഞ്ഞു, അയാൾ ഇപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പറഞ്ഞു. ഞാൻ ജഗദീഷായി ചെയ്ത് തെറ്റായി പോയത്. തെറ്റല്ല, എന്തിനാ അപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കല്ലേ ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ വന്നപ്പോൾ ഇവർക്ക് സിനിമ റിഹേഴ്സലൊക്കെ കാണണം, ഷൂട്ടിംഗ് കണ്ടിട്ടു. അങ്ങനെ ഇയാൾ രക്ഷപ്പെട്ടു പറഞ്ഞു. ഞങ്ങളിതെല്ലാം ഞാൻ കവർ ചെയ്തു, ഇൻ്റർവ്യൂ എല്ലാം എടുത്ത് ഇവർക്ക് സിനിമ പലയും പരിചയപ്പെടുത്തി. പക്ഷേ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ജഗദീഷ് ഇത് വേറൊരാളോടും പറഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ വന്നിരിക്കുന്ന 2 പേരിൽ മാത്രമേ ജഗദീഷ് മറ്റുള്ള മോഹൻലാലിൻ്റെ അക്കങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ചിലർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് മാത്രമല്ല, പിന്നെ ഈ സുഹൃത്ത്, ഈ ചെമി ഗുണ്ട ഒരാളെ വിട്ടു പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ ദ്രോഹിക്കരുത്, ഞാനിനി ഇങ്ങനെ ഒന്നും അബദ്ധത്തിൽ പോലും പറയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്രല്ല, നീൻ്റെ സ്ഥാനത്ത് നീയല്ല, ഏതവനായാലും ശരി, എന്നെ തൊട്ടാൽ തിരിച്ച് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനും ഇറങ്ങിയിരിക്കുന്നത്. നിനക്ക് നിൻ്റെ ജീവന് പേടിയുണ്ടെങ്കിൽ നീ നിൻ്റെ കാര്യം നോക്കുക, അല്ലെങ്കിൽ നീ ഇത്ര കാര്യം ചെയ്യാതിരിക്കുക. അതുകൊണ്ട് സിനിമ നിർമ്മിക്കാൻ വരുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? സിനിമ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സാധനം, നല്ല സാധനം കൊടുക്കണം. നല്ല സാധനം കൊടുക്കുമ്പോൾ അത് മോശമാണെങ്കിലും മോശമാണെന്ന് പറയും. മോശമാണെന്ന് പറയുമ്പോൾ നീയൊക്കെ ഭീഷണിപ്പെടുത്താൻ നിന്നാൽ ഈ തിരിച്ച് ഭീഷണിയുണ്ട്. അത് പറയാനുള്ള ചങ്കൂറ്റം ഇത് പറയുന്നവർക്കുണ്ടായിരിക്കണം. അതാണ് ഉണ്ണിയെ നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് പറയാനോ എഴുതാനോ ചങ്കൂറ്റമല്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ ജോലി നിർത്തുക.